കറൻസി രഹിത ഇടപാടുകൾക്ക് ഊന്നൽ നൽകി കേന്ദ്ര ബജറ്റ്. രാജ്യത്ത് 3 ലക്ഷത്തിന് മുകളിൽ നോട്ടിടപാട് നിരോധിച്ചു. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് ആദായ നികുതിയിൽ ഇളവുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. കുത്തകകൾക്കും അരുൺ ജെയ്റ്റ്ലിയുടെ ആനുകൂല്യം. രാഷ്ട്രീയ പാർട്ടികൾ പണമായി പിരിക്കാനുള്ള സംഭാവനയുടെ പരിധി 2000 രൂപ. ആകെ 21.47 ലക്ഷം കോടി രൂപയുടെ പദ്ധതികളാണ് മോദി സർക്കാർ മൂന്നാം ബജറ്റിൽ പ്രഖ്യാപിച്ചത്. അതേസമയം ഇത്തവണത്തെ ബജറ്റിൽ കേരളത്തിന് പൂർണ്ണ അവഗണനയാണ് നേരിടേണ്ടി വന്നത്. ജാർഖണ്ഡിനും ഗുജറാത്തിനും എയിംസ് നൽകിയപ്പോൾ കേരളത്തിന് ഇത്തവണയും എയിംസ് ഇല്ല. കേരളത്തിന്റെ സ്വപ്ന പദ്ധതികളെക്കുറിച്ച് ഒരു പരാമർശവുമില്ലാതെയാണ് കേന്ദ്ര ബജറ്റ് പ്രഖ്യാപിച്ചത്. എസ് സന്തോഷ് ഞങ്ങളുടെ പ്രതിനിധി ദില്ലിയിൽ നിന്ന് ചേരുന്നു. സന്തോഷ്, മോദി സർക്കാരിന്റെ മൂന്നാം സമ്പൂർണ്ണ ബജറ്റിന്റെ സംക്ഷിപ്ത രൂപം എങ്ങനെയാണ്? അരുൺ, നോട്ടുമാറ്റത്തെ പൂർണ്ണമായും പ്രശംസിച്ചുകൊണ്ടാണ് കേന്ദ്ര ധനകാര്യമന്ത്രി അരുൺ ജെയ്റ്റ്ലി ഇന്ന് തന്റെ മൂന്നാമത്തെ പൊതു ബഡ്ജറ്റ് അവതരിപ്പിച്ചത്. ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനും കാർഷിക മേഖലയുടെ ഉന്നമനത്തിനും ഡിജിറ്റൽ ഇടപാടുകൾക്കും പ്രോത്സാഹനം നൽകുന്ന പദ്ധതികൾ ഈ ബഡ്ജറ്റിൽ ഉടനീളം പ്രഖ്യാപിക്കാനും ശ്രമിച്ചു. പക്ഷെ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കാർഷിക വായ്പകൾ. ഈ നോട്ടുമാറ്റത്തെ തുടർന്ന് ദുരിതത്തിലായ കർഷകരുടെ വായ്പകൾ എഴുതിത്തള്ളുന്നതിനെ കുറിച്ച് എന്തെങ്കിലും ഒരു പരാമർശം ഉണ്ടായില്ല. പകരം 2017-18 പൊതുവർഷം കാർഷിക വായ്പകൾ 10 ലക്ഷം കോടിയായി ഉയർത്തിയെന്നും അദ്ദേഹം ഈ ബഡ്ജറ്റിൽ പ്രഖ്യാപിക്കേണ്ട. ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് പ്രത്യേകം പദ്ധതികളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. 2019 1 കോടി കുടുംബങ്ങളെയും 50,000 ഗ്രാമങ്ങളെയും ദാരിദ്ര്യമുക്തമാക്കും എന്ന് വ്യക്തമാക്കുന്നു. തൊഴിലുറപ്പ് പദ്ധതിക്ക് ഇപ്രാവശ്യം 48,000 കോടി രൂപയാണ് വകയിരുത്തിയിരിക്കുന്നത്. നികുതി സ്ലാബുകളിൽ മാറ്റം വരുത്തിയിരിക്കുന്നു. 2.5 മുതൽ 5 ലക്ഷം വരെ വരുമാനമുള്ളവരുടെ നികുതി നേരത്തെ 10% അത് 5% കുറച്ചു. 5 നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ മുന്നിൽ കണ്ട് ഇടത്തരക്കാരെ കയ്യിലെടുക്കാനുള്ള ഒരു ശ്രമമാണ് ഇത് എന്ന് പറയാം. അതേസമയം 50 ലക്ഷത്തിന് മുകളിൽ വരുമാനമുള്ളവർക്ക് 10% അധികം സർചാർജും ഏർപ്പെടുത്തിയിട്ടുണ്ട്. കോർപ്പറേറ്റ് നികുതിയിലും ഇത്തരത്തിലൊരു ഇളവ് ഇതിനിടയിൽ വരുത്തിയിരിക്കുന്നു. 50 കോടിയുടെ വരുമാനമുള്ള കോർപ്പറേറ്റുകൾക്ക് 30% ഇതുവരെ സർവീസ് ടാക്സ്. അത് 5% കുറച്ച് കോർപ്പറേറ്റ് ടാക്സ് 25 ആക്കിയിരിക്കുന്നു. 5% കുറയ്ക്കുക എന്നത് തന്നെ കമ്പനികൾക്ക് ഈ വർഷത്തെ സാമ്പത്തിക ലാഭം വലിയ തോതിൽ വർദ്ധിപ്പിക്കും. ഏകദേശം 99% വരുന്ന ഇന്ത്യയിലെ കമ്പനികൾക്കും ഗുണകരമാകുന്നതാണ് ഈ അരുൺ ജെയ്റ്റ്ലിയുടെ നികുതി ഇളവ് എന്ന് പ്രത്യേകം എടുത്തു പറയേണ്ടിയിരിക്കുന്നു. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ പ്രവേശന പരീക്ഷകൾ നടത്താൻ ദേശീയ ടെസ്റ്റിംഗ് ഏജൻസി രൂപീകരിക്കുമെന്നാണ് ജെയ്റ്റ്ലി എടുത്തു പറഞ്ഞ മറ്റൊരു പ്രധാന കാര്യം. ഡിജിറ്റൽ ട്രാൻസാക്ഷനുകൾക്കായി കടുത്ത ചട്ടങ്ങൾ ജെയ്റ്റ്ലി ഏർപ്പെടുത്തിയിരിക്കുന്നു. 3 ലക്ഷം വരെ മാത്രമേ ഇനി നോട്ടായി വിനിമയം ചെയ്യാൻ കഴിയുകയുള്ളൂ. അതിന് മുകളിലെ ഇടപാടുകൾ ഡിജിറ്റലാക്കി മാറ്റണം. അതോടൊപ്പം തന്നെ രാഷ്ട്രീയ പാർട്ടികൾക്ക് നോട്ടായി സ്വീകരിക്കാവുന്ന സംഭാവന 2000 നിജപ്പെടുത്തുകയും ചെയ്തു. ഇങ്ങനെ 2500 കോടിയുടെ ഡിജിറ്റൽ ഇടപാടുകളാണ് ഈ സാമ്പത്തിക വർഷം പ്രതീക്ഷിക്കുന്നതെന്നും ബഡ്ജറ്റ് വ്യക്തമാക്കുന്നുണ്ട്. നികുതി മറ്റൊരു കാര്യം ധനക്കമ്മിയാണ്. ധനക്കമ്മി 3.2% ഇപ്പോഴത്തെ സ്ഥിതി. അത് 3% കുറയ്ക്കുകയാണ് ലക്ഷ്യം. റവന്യൂ കമ്മി 1.9% ഉണ്ട്. നികുതി പിരിവിൽ വർധനവ് രേഖപ്പെടുത്തുമെന്ന് അദ്ദേഹം പറയുന്നു. 34% വരെ വർദ്ധിപ്പിക്കും. നികുതി വരുമാനമാകട്ടെ ഇത് പ്രകാരം 17% കൂടുമെന്നും പ്രത്യാശ പ്രകടിപ്പിക്കുന്നുണ്ട്. പൊതു ബഡ്ജറ്റിനോടൊപ്പം ഇപ്രാവശ്യം റെയിൽവേ ബഡ്ജറ്റും അവതരിപ്പിച്ചു. റെയിൽവേ ബഡ്ജറ്റിലാകട്ടെ സ്വകാര്യവൽക്കരണത്തിന് പ്രാമുഖ്യം നൽകാനാണ് ശ്രമിച്ചിരിക്കുന്നത്. സുരക്ഷ, വൃത്തി, മൂലധനം തുടങ്ങിയവയ്ക്കൊക്കെ സ്വകാര്യ പദ്ധതികൾ നിക്ഷേപം ആശ്രയിക്കും എന്ന് പറയുന്നു. റെയിൽ സുരക്ഷാ ഫണ്ട് 5 വർഷം കൊണ്ട് രൂപീകരിക്കും. ഏകദേശം 1 ലക്ഷം കോടി രൂപയുടെ സുരക്ഷാ ഫണ്ടാണ് ഇത്തരത്തിൽ സമാഹരിക്കുക. തീർത്ഥാടന ടൂറിസത്തിന് പ്രത്യേകം ട്രെയിനുകൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇത് ഏതൊക്കെ മേഖലകളെ ഇത് തൊടും എന്ന് പറയുന്നില്ല. 3500 കിലോമീറ്റർ റെയിൽപാത ഈ സാമ്പത്തിക വർഷം വികസിപ്പിക്കും എന്നും ആദ്യമായി പൊതു ബഡ്ജറ്റിനോടൊപ്പം അവതരിപ്പിച്ച റെയിൽ ബഡ്ജറ്റിൽ പറയുന്നുണ്ട്. സൈനികർക്ക് ഓൺലൈൻ ബുക്കിങ്ങിന് കേന്ദ്രീകൃത ഡിഫൻസ് ട്രാവൽ സിസ്റ്റം തയ്യാറാക്കുമെന്നും ഈ ബഡ്ജറ്റിൽ വ്യക്തമാക്കുകയും ചെയ്യുന്നു. അരുൺ, സന്തോഷ്, ഈ ആദായ നികുതി സ്ലാബുകളിൽ മാറ്റം വരുത്തിയിട്ടുണ്ടല്ലോ, അതിന്റെ ഒരു പരിധി എങ്ങനെയാണ് നിജപ്പെടുത്തിയിരിക്കുന്നത്?
അരുൺ, അക്കാര്യത്തിൽ 2.5 ലക്ഷം മുതൽ 5 ലക്ഷം വരെ വരുമാനമുള്ളവർക്ക് ഒരു നികുതി, അത് ഇപ്പോഴുള്ളതാകട്ടെ 10%. ആ നികുതിയാണ് 5%ആക്കി കുറച്ചിരിക്കുന്നത്. മറ്റ് രണ്ടാമത്തെ ആദായ നികുതി സ്ലാബ് എന്ന് പറയുന്നത് 10 ലക്ഷത്തിന് മുകളിൽ വരുമാനമുള്ളവർക്ക്, അവർക്ക് 10 ലക്ഷത്തിനും 5 ലക്ഷത്തിനും 10 ലക്ഷത്തിനും മുകളിൽ ഇടയിൽ വരുമാനമുള്ളവർക്ക് അവരുടെ നികുതി 20%ആയി നിജപ്പെടുത്തിയിരിക്കുന്നു. 10 ലക്ഷത്തിന് മുകളിലുള്ളവർക്ക് 30%. ഇനി 50 ലക്ഷത്തിന് മുകളിലുള്ളവരെ ധനികർ എന്ന പട്ടികയിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇവർക്കാകട്ടെ നികുതിക്ക് പുറമെ 10% സർചാർജും ഈ ബഡ്ജറ്റിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇത് മാറ്റിവെക്കുകയാണെങ്കിൽ മറ്റൊന്ന് കോർപ്പറേറ്റ് നികുതിയിൽ വന്ന മാറ്റമാണ്. വൻകിട കുത്തകകൾക്ക് ടാക്സായി ഇപ്പോൾ നൽകുന്നത് 30%. ഇത് 5%ആയി കുറച്ചിരിക്കുന്നു. പക്ഷെ അതിനൊരു പരിധിയായി പറയുന്നത് 50 കോടി രൂപയുടെ വരുമാനമുള്ള കമ്പനികൾക്കാണ് ഈ നികുതി ഇളവെന്നാണ്. പക്ഷെ അങ്ങനെ നോക്കുകയാണെങ്കിൽ പോലും ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന 99% കുത്തകകൾക്കും ഇത് ഗുണകരമാകും. വൻ നികുതി ലാഭം തന്നെ കമ്പനികൾക്ക് ഉണ്ടാവുകയും ചെയ്യും. അരുൺ, സന്തോഷാണ് വിവരങ്ങൾ നൽകിയത് ദില്ലിയിൽ നിന്ന്. കേരളത്തിന് ഇത്തവണയും ബജറ്റിൽ സമ്പൂർണ്ണ അവഗണനയാണ്. വർഷങ്ങളായി ആവശ്യപ്പെടുന്ന എയിംസ് അനുവദിച്ചില്ലെന്ന് മാത്രമല്ല, കേന്ദ്ര സഹായത്താൽ നടപ്പിലാക്കുന്ന പദ്ധതികൾക്ക് വേണ്ടത്ര പ്രാമുഖ്യവും ബജറ്റിൽ നൽകിയിട്ടില്ല. ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് എന്ന കേരളത്തിന്റെ വർഷങ്ങളായുള്ള ആവശ്യം ഇത്തവണയും കേന്ദ്ര സർക്കാർ ചെവിക്കൊണ്ടില്ല. ജാർഖണ്ഡിലും ഗുജറാത്തിലും 2 വീതം എയിംസ് അനുവദിച്ചപ്പോൾ കേരളത്തിന്റെ ആവശ്യം ചെവിക്കൊള്ളാൻ കേന്ദ്ര സർക്കാർ തയ്യാറായില്ല. കേന്ദ്ര സഹായത്തോടെ പ്രവർത്തിക്കുന്ന പദ്ധതികളായ കൊച്ചി മെട്രോ, വിഴിഞ്ഞം തുറമുഖ പദ്ധതി തുടങ്ങിയവയ്ക്കും അർഹമായ പ്രാധാന്യം ബജറ്റിൽ നൽകാനായില്ല. പ്രധാനമന്ത്രി നേരിട്ട് നിരീക്ഷിക്കുന്ന കേരളത്തിൽ നിന്നുള്ള ഏക പദ്ധതിയായ അങ്കമാലി എരുമേലി ശബരിപാത, കോട്ടയം ആലപ്പുഴ വഴികളിലൂടെയുള്ള പാത ഇരട്ടിപ്പിക്കൽ തുടങ്ങിയവയ്ക്കും മുന്തിയ പരിഗണന നൽകിയില്ല. കന്യാകുമാരി തിരുവനന്തപുരം പാത ഇരട്ടിപ്പിക്കൽ, നേമം ടെർമിനൽ, എറണാകുളം ഷൊർണൂർ 3-ാം പാത, തലശ്ശേരി മൈസൂർ പാത എന്നിവയും കേരളത്തിന്റെ സ്വപ്നമായി തന്നെ അവശേഷിക്കുകയാണ്. കേരളത്തിന് ബജറ്റ് വിഹിതമായി ലഭിച്ച തുക ബോർഡ് അടിസ്ഥാനത്തിൽ ഇനി പറയുന്നവയാണ്. റബ്ബർ ബോർഡ് വികസനത്തിന് 140.60 കോടി, കോഫി ബോർഡിന് 140.10 കോടി, മത്സ്യബന്ധന വകുപ്പിന് 105 കോടി, കശുവണ്ടി വികസനത്തിന് 4 കോടി എന്നിങ്ങനെയാണ് അനുവദിച്ചിരിക്കുന്നത്. പ്രധാനമന്ത്രിയുടെ പദ്ധതിയായ മെയ്ക്ക് ഇൻ ഇന്ത്യയിൽ റബ്ബറിന് അർഹമായ പ്രാധാന്യം കൊടുക്കും എന്ന് കരുതിയിരുന്നെങ്കിലും ബജറ്റിൽ അത് കാണാനുണ്ടായില്ല. 3500 കിലോമീറ്റർ പാത ഇരട്ടിപ്പിക്കൽ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും കേരളത്തിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് ബജറ്റിൽ പറയുന്നില്ല. പുതിയ തീർത്ഥാടന ടൂറിസത്തിന്റെ ഭാഗമായുള്ള ട്രെയിനുകൾ പ്രഖ്യാപിച്ചുവെങ്കിലും കേരളത്തിന് ഇതിൽ പ്രതീക്ഷിക്കേണ്ടതില്ല. ന്യൂസ് ഡെസ്ക്. കേന്ദ്ര ബജറ്റ് നിരാശാജനകമാണെന്ന് ധനമന്ത്രി ഡോക്ടർ തോമസ് ഐസക്. സംസ്ഥാനം ചെലവ് ചുരുക്കാൻ നിർബന്ധിതമാകുമെന്നും സാമ്പത്തിക മുരടിപ്പ് നേരിടാൻ ബജറ്റ് അപര്യാപ്തമാണെന്നും തോമസ് ഐസക് വ്യക്തമാക്കി. ബജറ്റിൽ കേരളത്തെ പാടെ അവഗണിച്ചതായും ധനമന്ത്രി പറഞ്ഞു. ഗുരുതരമായിട്ടുള്ള സാമ്പത്തിക പ്രതിസന്ധിയെ നേരിടുന്നതിന് ഈ ബഡ്ജറ്റ് അപര്യാപ്തമാണ്. ഒരു സാമ്പത്തിക മുരടിപ്പിന്റെ കാലഘട്ടത്തിൽ സംസ്ഥാന സർക്കാരും ചെലവ് ചുരുക്കാൻ നിർബന്ധരായിത്തീരുന്ന ഒരു സുവിശേഷം, കേരളത്തിൻ്റെതായിട്ടുള്ള ഒരു സവിശേഷമായിട്ടുള്ള ആവശ്യങ്ങളും അംഗീകരിക്കുന്നതിന് തയ്യാറായിട്ട്. നോട്ട് പ്രതിസന്ധിയുടെ ഇരകളെ വിസ്മരിച്ച ബജറ്റ് കേരളത്തെ പാടെ അവഗണിച്ചുവെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. നോട്ട് നിരോധന ദുരന്തത്തിൽപ്പെട്ട് മരണമടഞ്ഞവരുടെ ബന്ധുക്കളെ സഹായിക്കുന്നതിനുള്ള ഒരു പ്രഖ്യാപനവും ഉണ്ടായില്ല. സാമ്പത്തിക പ്രതിസന്ധി മറികടക്കുന്നതിനുള്ള ക്രിയാത്മകമായ നടപടിയും ബജറ്റിലില്ല. കേരളത്തിന് ഇത്തവണയും എയിംസ് ഇല്ല എന്നത് കടുത്ത അവഗണനയാണ്. ബജറ്റ് അവതരിപ്പിച്ച ദിനം തന്നെ പാചകവാതകത്തിന് കുത്തനെ വില കൂട്ടിയത് സർക്കാരിന്റെ ജനദ്രോഹം കൂടുതൽ തുറന്നു കാട്ടുന്നതാണ് എന്നും കോടിയേരി പ്രസ്താവനയിൽ പറഞ്ഞു. കോർപ്പറേറ്റുകളെ ശക്തിപ്പെടുത്തുന്ന ബജറ്റ് സാധാരണക്കാർക്ക് ദ്രോഹമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. കോട്ടയം SME കോളേജിൽ ക്ലാസ്സിൽ കയറി പൂർവ്വ വിദ്യാർത്ഥിനിയുടെ ദേഹത്ത് പെട്രോൾ ഒഴിച്ച് കത്തിച്ചു. പെട്രോൾ ഒഴിച്ച വിദ്യാർത്ഥി ഉൾപ്പെടെ 4 പേർക്ക് പൊള്ളലേറ്റു. ഹരിപ്പാട് സ്വദേശി ലക്ഷ്മി, കൊല്ലം സ്വദേശി ആദർശ് എന്നിവരുടെ നില ഗുരുതരമാണ്. പ്രണയ നൈരാശ്യമാണ് കാരണം എന്ന് പോലീസ്. ക്ലാസ് മുറി പോലീസ് സീൽ ചെയ്തു. TP പ്രശാന്ത് വിവരങ്ങൾ നൽകും. പ്രശാന്ത്, എന്താണ് സംഭവിച്ചത്? അരുൺ, ഇന്ന് ഉച്ചയോടെയാണ് നാടിനെ നടുക്കിയ സംഭവം. കോട്ടയം SME കോളേജിലെ 3-ാം വർഷ വിദ്യാർത്ഥിനി ഹരിപ്പാട് സ്വദേശി ലക്ഷ്മിക്കാണ് പൂർവ്വ വിദ്യാർത്ഥിയുടെ അക്രമത്തിൽ ഗുരുതരമായി പൊള്ളലേറ്റത്. വിദ്യാർത്ഥി സമരത്തെ തുടർന്ന് ക്ലാസ്സിൽ നാളെ നടക്കുന്ന എക്സിബിഷൻ പരിപാടിക്കുള്ള തയ്യാറെടുപ്പിലായിരുന്നു ലക്ഷ്മിയും സുഹൃത്തുക്കളും. അപ്രതീക്ഷിതമായി ക്ലാസ്സിലേക്ക് കഴിക്കുന്ന മുൻ സുഹൃത്ത് ആദർശ് ക്ലാസ് മുറിക്കുള്ളിൽ കയറി സ്വന്തം ദേഹത്തും ലക്ഷ്മിയുടെ ശരീരത്തിലും പെട്രോൾ ഒഴിക്കുകയായിരുന്നു. പ്രാണരക്ഷാർത്ഥം പെൺകുട്ടിയെ ക്ലാസ്സിൽ നിന്ന് ലൈബ്രറിക്കുള്ളിലേക്ക് ഓടിക്കയറിയെങ്കിലും പിന്തുടർന്നെത്തിയ ആദർശ് പിന്നാലെ എത്തി ഇരുവരുടെയും ദേഹത്ത്
തീ കൊളുത്തിയെന്നാണ് പോലീസ് പറയുന്നത്. ഇരുവരുടെയും നില ഇപ്പോൾ ഗുരുതരമാണ്. രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നതിനിടെ 2 വിദ്യാർത്ഥികൾക്കും പൊള്ളലേറ്റിട്ടുണ്ട്. 4 പേരും മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഇപ്പോൾ ചികിത്സയിൽ കഴിയുന്നു. ലക്ഷ്മിയും ആദർശം മുമ്പ് പ്രണയത്തിലായിരുന്നുവെന്നും ഇതിൽ നിന്നും ലക്ഷ്മി പിന്മാറിയതിലുള്ള വൈരാഗ്യമാണ് സംഭവത്തിലേക്ക് നയിച്ചതെന്നുമാണ് പോലീസ് പറയുന്നത്. കഴിഞ്ഞ 8-ന് കായംകുളം സ്റ്റേഷനിൽ പെൺകുട്ടിയുടെ വീട്ടുകാർ ഇയാളെ കുറിച്ച് പരാതി നൽകിയിരുന്നു. ഇനി ശല്യം ചെയ്യില്ലെന്ന ഉറപ്പിന്മേൽ സ്റ്റേഷനിൽ പറഞ്ഞു തീർത്ത് വിടുകയായിരുന്നു പ്രശ്നം എന്നാണ് പോലീസ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ ഒരു സംഭവത്തിൽ ലക്ഷ്മി 3ാം വർഷ വിദ്യാർത്ഥി ലക്ഷ്മിക്കാണ് പൊള്ളലേറ്റുള്ളത്. സഹായപ്പെടുത്താൻ ശ്രമിച്ച പൂർവ്വ വിദ്യാർത്ഥി ആദർശനും ഒപ്പം പരിക്കേറ്റ. ഇരുവരുടെയും നില ഗുരുതരമായി തുടരുകയെന്നാണ് ആശുപത്രിയിൽ നിന്ന് അറിയാൻ സാധിക്കുന്നത്. പ്രശാന്താണ് വിവരങ്ങൾ നൽകിയത് കോട്ടയത്ത് നിന്ന്. അഹമ്മദ് എംപിയുടെ മൃതദേഹം വഹിച്ചുള്ള പ്രത്യേക വിമാനം അല്പസമയത്തിനകം കരിപ്പൂരിൽ എത്തും. മുകുൾ വാസനിക്, MK രാഘവൻ, ET മുഹമ്മദ് ബഷീർ, അബ്ദുൽ വഹാബ് എന്നിവർ ഒപ്പമുണ്ട്. കോഴിക്കോട് ഹജ്ജ് ഹൗസിലും ലീഗ് ഹൗസിലും മൃതദേഹം പൊതുദർശനത്തിന് വയ്ക്കും. വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി KT സ്വാലിക് ചേരുന്നു. സ്വാലിക്, വിശദവിവരങ്ങൾ. അരുൺ, 5:20 വിമാനം കോഴിക്കോട് എയർപോർട്ടിൽ എത്തുമെന്നാണ് നമുക്ക് ലഭിച്ച വിവരം. 5:30 ഹജ്ജ് ഹൗസിൽ പൊതുദർശനം തുടങ്ങും. അതിനുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായിട്ടുണ്ട്. ആയിരക്കണക്കിന് ആളുകളാണ് അദ്ദേഹത്തിൻ്റെ മണ്ഡലം കൂടിയായ മലപ്പുറത്ത് കൊണ്ടോട്ടിയിൽ ഹജ്ജ് ഹൗസിൽ അദ്ദേഹത്തെ അവസാനമായി കാണാൻ എത്തിക്കൊണ്ടിരിക്കുന്നത്. മുസ്ലിം ലീഗിൻ്റെ സമുന്നതരായ നേതാക്കളെല്ലാം തന്നെ ഇവിടെയുണ്ട്. സമസ്തയുടെ നേതാക്കളായ ആലിക്കുട്ടി മുസ്ലിയാർ, അബ്ദു സമദ് പൂക്കോട്ടൂർ തുടങ്ങിയവരും, കോൺഗ്രസ് നേതാക്കളായ PP തങ്കച്ചൻ, ആര്യാടൻ മുഹമ്മദ് തുടങ്ങിയവരെല്ലാം നേരത്തെ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. വലിയ ഒരു തിരക്ക് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നു. 2 മണിക്കൂറാണ് ഇപ്പോൾ ഹജ്ജ് ഹൗസിൽ പൊതുദർശനം പറഞ്ഞിട്ടുള്ളത്. 7:30 തന്നെ മൃതദേഹം കോഴിക്കോട്ടേക്ക് കൊണ്ടുപോകും. അവിടെ ലീഗ് ഹൗസിലാണ് പൊതുദർശനം. അതിനുശേഷം കോഴിക്കോട് കടപ്പുറത്ത് ജനാസ നമസ്കാരമുണ്ടാവും. അതിനുശേഷമാണ് കണ്ണൂരിലേക്ക് കൊണ്ടുപോകുന്നത്. 10 മണിയോടെ മൃതദേഹം കണ്ണൂരിലെത്തുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. രാവിലെ 10:30 ഖബറടക്കം. കണ്ണൂരിലാണ് അദ്ദേഹം ജനിച്ചതെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ കർമ്മമണ്ഡലം മലപ്പുറമായിരുന്നു. അതുകൊണ്ട് തന്നെ വലിയൊരു തിരക്ക് മലപ്പുറത്ത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അദ്ദേഹം 7 തവണ പാർലമെന്റിലെത്തിയത് മലപ്പുറത്ത് നിന്നായിരുന്നു. 5 തവണ അദ്ദേഹം നിയമസഭയിലെത്തിയതിൽ 4 തവണയും മലപ്പുറം ജില്ലയിൽ നിന്ന് തന്നെയായിരുന്നു. അദ്ദേഹം വ്യവസായ മന്ത്രിയായിരുന്നത് താനൂർ മണ്ഡലത്തിൽ നിന്നാണ്. അഹമ്മദിന്റെ ജന്മനാട് കണ്ണൂരാണെന്ന് അറിയാത്തവർ പോലും ഇപ്പോഴും അദ്ദേഹത്തിന്റെ മണ്ഡലത്തിലുണ്ട് എന്നതാണ് വാസ്തവം. അത്രയും വലിയ ഒരു സ്വാധീനം അദ്ദേഹത്തിന് ജനങ്ങളുടെ ഇടയിൽ ഉണ്ടായിരുന്നു. മുസ്ലിം ലീഗിനകത്ത് ആഭ്യന്തരമായി അദ്ദേഹത്തെ ഒറ്റപ്പെടുത്താനുള്ള ശ്രമങ്ങൾ 1982 കാലത്ത് നടന്ന സമയത്തെല്ലാം തന്നെ അദ്ദേഹത്തിന്റെ കൂടെ നിന്നിരുന്നത് ജനങ്ങളായിരുന്നു. 2004 നമുക്കറിയാം UDFന്റെ മുഴുവൻ സ്ഥാനാർത്ഥികളും പരാജയപ്പെട്ടപ്പോൾ അഹമ്മദ് മാത്രമാണ് 20 സീറ്റിൽ 19 എണ്ണത്തിലും UDF നേതാക്കൾ. സ്വാലിക്, മടങ്ങി വരാം. മറ്റ് ചില വാർത്തകളിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. അഹമ്മദ് MPയെ ആശുപത്രിയിൽ കാണാനെത്തിയ മക്കളെയും അടുത്ത ബന്ധുക്കളെയും ആശുപത്രി അധികൃതർ തടഞ്ഞു. സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഇടപെട്ടിട്ടും ആശുപത്രി അധികൃതർ പ്രവേശനം നിഷേധിക്കുകയായിരുന്നു. ബജറ്റ് അവതരണം തടസ്സപ്പെടാതിരിക്കാൻ മരണവിവരം സർക്കാർ ഇടപെട്ട് മറച്ചുവെച്ചുവെന്ന് കോൺഗ്രസ് ആരോപിച്ചു. ഹൃദയാഘാതത്തെ തുടർന്ന് പാർലമെന്റിൽ കുഴഞ്ഞുവീണ അഹമ്മദ് MPയെ രാം മനോഹർ ലോഹ്യ ആശുപത്രിയിൽ സന്ദർശിക്കാൻ മക്കൾക്കും അടുത്ത ബന്ധുക്കൾക്കും അനുമതി നിഷേധിച്ചതാണ് ബഹളത്തിനും പ്രതിഷേധത്തിനും കാരണമായത്. കാരണം വ്യക്തമാക്കാതെ വിദേശത്ത് നിന്നെത്തിയ മക്കൾക്കും മരുമകനും സന്ദർശനാനുമതി നിഷേധിച്ചതും അവരോട് മോശമായി പെരുമാറിയതും അറിഞ്ഞ് കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധി, ഉപാധ്യക്ഷൻ രാഹുൽ ഗാന്ധി, മുതിർന്ന പാർട്ടി നേതാക്കളായ അഹമ്മദ് പട്ടേൽ എന്നിവരും ലീഗ് നേതാക്കളും രാത്രി ആശുപത്രിയിലെത്തി അധികൃതരുമായി ചർച്ച നടത്തി. എങ്കിലും ഉദ്യോഗസ്ഥർ വഴങ്ങാത്തതിനെ തുടർന്ന് മക്കൾ പോലീസിൽ പരാതി നൽകി. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തിയ ശേഷം രാത്രി വൈകി അധികൃതർ വീഴ്ച സംബന്ധിച്ച് ഖേദം പ്രകടിപ്പിച്ചുവെങ്കിലും ലീഗ് MPമാരും നേതാക്കളും ആശുപത്രിയിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. പിന്നീട് അദ്ദേഹത്തെ സന്ദർശിക്കാൻ മക്കളെയും മരുമകനെയും അനുവദിച്ച ശേഷമാണ് മരണവിവരം സ്ഥിരീകരിച്ചത്. അഹമ്മദിന് വെന്റിലേറ്റർ ഉൾപ്പെടെയുള്ള ജീവൻ രക്ഷാ ഉപകരണങ്ങൾ ഘടിപ്പിക്കുന്നതിന് മുമ്പ് അനുമതി തേടിയില്ലെന്നും ഇത് അധാർമികമാണെന്നും ബന്ധുക്കൾ ചൂണ്ടിക്കാട്ടി. ഗുരുതരാവസ്ഥയിൽ കഴിയുന്ന പിതാവിനെ കാണാൻ മക്കൾക്ക് അനുമതി നിഷേധിക്കുന്ന സംഭവം തന്റെ ജീവിതത്തിൽ ആദ്യമാണെന്ന് സോണിയാഗാന്ധി പ്രതികരിച്ചു. ആശുപത്രി അധികാരികൾ ഈ തീരുമാനങ്ങൾ എടുത്തത് സർക്കാരിന്റെ അറിവോടെയാണോ എന്ന് വ്യക്തമാക്കണമെന്ന് അഹമ്മദ് പട്ടേൽ ആവശ്യപ്പെട്ടു. പ്രധാനമന്ത്രിയുടെ ഓഫീസിന്റെ ചുമതലയുള്ള മന്ത്രി ജിതേന്ദ്ര സിംഗ് എത്തിയ ശേഷമാണ് ലീഗ് നേതാവിന്റെ ആരോഗ്യനില സംബന്ധിച്ച വിവരങ്ങൾ മറച്ചുവെക്കാൻ തീരുമാനിച്ചതെന്നും ആരോപണം ഉയർന്നിട്ടുണ്ട്. മരണവാർത്ത രഹസ്യമാക്കി വെച്ചതിലെ ദുരൂഹതയും ബഡ്ജറ്റ് അവതരണത്തിലെ ധാർമ്മികതയും ബാക്കിവെച്ചാണ് അഹമ്മദ് MP യാത്രയാകുന്നത്. അഹമ്മദ് MPയുടെ വസതിയിൽ നിന്നും ക്യാമറാമാൻ രാജീവ് കണ്ണാടിക്കും ശൈലേഷ് കല്ലായിക്കുമൊപ്പം മനുശങ്കരൻ, ദില്ലി. അഹമ്മദിന്റെ സുദീർഘമായ ജീവിതത്തിലേക്ക്
മരണത്തിനു മുമ്പിലല്ലാതെ ഇ അഹമ്മദ് തോറ്റത് ഒരേ ഒരു തവണ മാത്രം. 1970 കണ്ണൂർ നിയമസഭാ മണ്ഡലത്തിൽ മാത്രമായിരുന്നു അത്. മുസ്ലിം ലീഗിന് വേരോട്ടമില്ലാത്ത കണ്ണൂരിലായിരുന്നു ഇ അഹമ്മദിന്റെ ജനനം. പക്ഷേ MSFലൂടെ വളർന്ന് മുസ്ലിം ലീഗിനെ വളർത്തി രാജ്യത്തോളം എത്താൻ ഇ അഹമ്മദിന് അധികകാലം വേണ്ടിവന്നില്ല. UPA മന്ത്രിസഭയിൽ വിദേശകാര്യം, റെയിൽവേ എന്നീ വകുപ്പുകളിൽ സഹമന്ത്രി സ്ഥാനം വഹിച്ചു. ഐക്യരാഷ്ട്രസഭയിൽ 10 തവണ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് സംസാരിച്ചു. 1984 പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ഗൾഫ് രാജ്യങ്ങളിലേക്ക് അയച്ച ദൂതൻ ഇ അഹമ്മദ് ആയിരുന്നു. 5 തവണ കേരള നിയമസഭയിൽ അംഗം, ഒരേ സമയം MLAയും നഗരസഭാ ചെയർമാനുമായെന്ന അപൂർവ നേട്ടം. 82 വ്യവസായ മന്ത്രിയായതോടെയാണ് കണ്ണൂർ നഗരസഭാ ചെയർമാൻ സ്ഥാനം രാജിവെച്ചത്. 1991 മുതൽ ഇ അഹമ്മദ് ഇന്ത്യൻ പാർലമെന്റിലുണ്ടായിരുന്നു. തുടർച്ചയായ 25 വർഷം MP, 10 വർഷം കേന്ദ്രമന്ത്രി. കായിദെ മില്ലത്ത് ഇസ്മായിൽ സാഹിബ്, സീതി സാഹിബ്, ബാഫക്കി തങ്ങൾ എന്നിവരോടൊത്തുള്ള പ്രവർത്തന പാരമ്പര്യം. CH ആയിരുന്നു ലീഗിലെ കൂട്ടുകാരൻ. 1992 സേട്ടു സാഹിബിന് ശേഷം ലീഗിന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി പദത്തിലെത്തി. ബനാത്തുവാല വിടവാങ്ങിയതോടെ അധ്യക്ഷനായി. ആരോഗ്യം ക്ഷയിച്ചു തുടങ്ങിയപ്പോഴും മുസ്ലിം ലീഗിനു വേണ്ടി കണ്ണു തുറന്നിരിക്കാനും പ്രവർത്തനഗോധയിലിറങ്ങാനുമുള്ള മനക്കരുത്തുകൂടിയാണ് വിടവാങ്ങുന്നത്. KT സ്വാലിഹ്, മലപ്പുറം.